ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെക്കുറിച്ചാണ്. അതായത് ചൈന പാക് ഭീഷണി നേരിടാൻ ഇന്ത്യൻ സ്റ്റെൽത്ത് യുദ്ധവിമാനം വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ AMCA പദ്ധതിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് നമ്മളെ തേടി ഇന്നെത്തിയിരിക്കുന്നത്. നിലവിൽ US-നും ചൈനയ്ക്കും മാത്രമാണ് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുള്ളത്. അതായത് US-ന് F-22, F-35, ചൈനയ്ക്ക് J-20, J-35. ഇതാണ് യുദ്ധവിമാനം, അതായത് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ പേരുകൾ അവർക്കുള്ളത്. എയ്റോസ്പേസ് മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശീയ ആംക പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കാനുള്ള ദൗത്യം ബംഗളൂരു ആസ്ഥാനമായുള്ള ADA തിരക്കുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിനെ ഒഴിവാക്കി മറ്റ് സ്വകാര്യ പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് നിർമ്മാണ ടെൻഡറുകൾ ക്ഷണിക്കും. തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് വികസിപ്പിച്ചതും ADA ആണ്. തേജസിൽ ഉപയോഗിക്കുന്ന കാവേരി എഞ്ചിൻ സ്റ്റെൽത്തിനായി വിദേശ സഹായത്തോടെ പരിഷ്കരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ. എന്നാൽ ഈ സ്റ്റെൽത്ത് വിമാനത്തിന്റെ, അതായത് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. 5ാം തലമുറ സ്റ്റെൽത്ത് ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ്. ശബ്ദത്തേക്കാൾ വേഗത, എല്ലാ കാലാവസ്ഥയിലും പെട്ടെന്ന് പറന്നുയരും. ഏകദേശം 25 ടൺ ഭാരം, 55,000 അടി ഉയരത്തിൽ വരെ പറക്കും. മിസൈലുകളും ബോംബുകളും വയ്ക്കാൻ പ്രത്യേക അറ, അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇൻഫ്രാറെഡ് പ്രകാശം, താപം, ശബ്ദം, റേഡിയോ ഫ്രീക്വൻസി എന്നിവ താരതമ്യേന കുറച്ച് മാത്രം പുറത്തുവിടുന്നതിനാൽ പരമ്പരാഗത റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനാകും. വ്യോമ മേധാവിത്വം, കര ആക്രമണങ്ങൾ, ശത്രുവ്യോമ പ്രതിരോധ അടിച്ചമർത്തൽ, ഇലക്ട്രോണിക് യുദ്ധം എന്നിവ ഉൾപ്പെടെ വിവിധ ദൗത്യങ്ങൾക്കായി AMCA വികസിപ്പിക്കാൻ സുരക്ഷാ സൗകര്യങ്ങൾക്കായുള്ള സഭാ സമിതി നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആകാശ മേധാവിത്വത്തിൽ പതറിയ പാകിസ്ഥാന് ചൈന അവരുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ ഷെങ്കാൻ J-35 വാഗ്ദാനം ചെയ്തു നൽകിയേക്കും. 6ാം തലമുറ J-36 വിമാനങ്ങൾ അടക്കം വികസിപ്പിച്ച് ചൈനീസ് വ്യോമസേന ആധുനികവൽക്കരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനെ സഹായിക്കുന്നു. നൂതന ചൈനീസ് വിമാനം J-10 പാക് സേനയുടെ ഭാഗമാണ്. ഇത് ചൈന പിന്നെ പാകിസ്ഥാനോടൊപ്പം നിൽക്കുള്ളൂ. ആകെ താരിഫ് പ്രശ്നം വന്നപ്പോഴാണ് ഇന്ത്യയുടെ സഹായം തേടിയത്. എപ്പോഴും സഹായം ചോദിക്കാൻ ഇന്ത്യ വേണം, പക്ഷെ കൂടെ നിൽക്കുന്നത് പാകിസ്ഥാനോടൊപ്പം. അങ്ങനത്തെ ഇരട്ട നയമാണ് ചൈനയ്ക്കുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റെൽത്ത്, അതായത് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം 2035 തന്നെ എത്തും. പദ്ധതിയുടെ പ്രാരംഭ വികസന ചെലവ് തന്നെ ഏകദേശം 15,000 കോടി രൂപയാണ്. പദ്ധതി ദൗത്യം ADAയ്ക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ കൂടി വരുന്നതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും വൻ തിരിച്ചടി തന്നെയാണ് നേരിടാൻ പോകുന്നത്. കാരണം ഇപ്പോഴേ വിറച്ചു നിൽക്കുകയാണ് ചൈനയും പാകിസ്ഥാനുമൊക്കെ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നല്ല തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ചൈനയ്ക്കും പാകിസ്ഥാന് നൽകിയത്. അപ്പൊ ചോദിക്കും, ചൈനയ്ക്ക് എന്താ നൽകിയതെന്ന്. പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാജ്യമല്ലേ ചൈന, ഒപ്പം നിൽക്കുന്ന രാജ്യമല്ലേ ചൈന. അപ്പൊ അവർക്കും നോവുമല്ലോ. എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.